അതാ മഞ്ഞ കളറിൽ അവിയൽ കറിയാണ് കേട്ടാ. അപ്പൊ ഇന്നത്തെ വിഭവം എന്നാണ് പറയാണ്ടതില്ല, അവിയൽ കറി. അപ്പൊ നമുക്കെന്നാ കുറച്ച് പച്ചക്കറിയെല്ലാം എടുക്കാം. രണ്ടാള് മിസ്സിങ് ഉണ്ട്. രണ്ടാളൊന്നല്ല, പക്ഷെ ഞാൻ എടുക്കുന്ന കൂട്ടത്തിൽ രണ്ടാളെ മിസ്സിങ് ആണ്. മുരിങ്ങക്കായും പാവയ്ക്കും. പാവയ്ക്ക് ഒരു ചെറിയ കഷ്ണം വേണം, എന്നാലേ അവിയൽ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് വരും എന്നാണ് എൻ്റെ ഒരു ഇത്. എല്ലാവരും ആക്കണം എന്നില്ല കേട്ടാ. അപ്പൊ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. അത് രണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കെന്ത് വേണം? ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പം നമുക്ക് എന്ത് വേണം? പച്ചക്കറിയെല്ലാം വൃത്തിയാക്കി എടുക്കണ്ടേ? അപ്പോൾ ഇതാ നമ്മൾ എല്ലാ വെജിറ്റബിൾസും എടുത്ത് വെച്ച് അതിൻ്റെ തൊലി ആദ്യം കളയാം. തൊലിയും വേസ്റ്റും ഒക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ട് വേണം ബാക്കിയുള്ള പണിയെടുക്കാൻ. അപ്പോൾ ഇതാ ഇതിങ്ങനെ വേസ്റ്റ് ഒരുപാട് കളഞ്ഞു എന്നൊന്നും വിചാരിക്കണ്ട. അതിൻ്റെ കുരുവും അതെന്തായാലും ഉപയോഗിക്കാൻ കഴിയില്ല. ഞാനിങ്ങനെയാണ് കളയൽ കേട്ടാ. അപ്പം ഇതാ അങ്ങനെ കളഞ്ഞ് വെച്ച് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ക്യാരറ്റ്. അപ്പോൾ ഓരോന്ന് വീതം എടുത്തിട്ടില്ല, പക്ഷെ ക്യാരറ്റ് ഞാൻ രണ്ടെണ്ണം എടുത്ത്. കാരണം എൻ്റെ പുത്രനും പുത്രയ്ക്കും ഇതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെന്നാണ് അതുകൊണ്ട് സാമ്പാറിലായാലും ഇത് പിന്നെ അവിയൽ കറി ആയാലും ക്യാരറ്റ് ഇച്ചിരി അധികം ഇടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു എടുപ്പ് വശം. അങ്ങനെ ഇതാ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇടയിൽ ആമിയുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെല്ലോ ചല പലയാക്കുന്നു കേട്ടാ. അങ്ങനെ ഇതാ ക്യാരറ്റൊക്കെ കഴുകി, വെജിറ്റബിൾ മുഴുവനും കഴുകി. ചിലവർ കണ്ടിട്ടുണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കഴുകുന്നത്. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടാ. അപ്പം ഞാൻ എന്തുമെടുക്കും, തൊലിയൊക്കെ കട്ട് ചെയ്ത് അതിന് ശേഷം നന്നായി കഴുകിയെടുക്കും. പിന്നെ ഞാൻ കഴുകാറില്ല കേട്ടാ, അതിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ അങ്ങനെ കഴുകുമോ? എത്രയോളം അങ്ങനെ കഴുകലുണ്ട്. ഞാനിങ്ങനെയാണ് കേട്ടാ പൊതുവേ ചെയ്യൽ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കളയാം, ഇതെൻ്റെ പുത്രനെടുത്തുന്ന വീഡിയോ ആണ്. അതിൻ്റെതായ പോരായ്മകളെല്ലാം ഉണ്ട്. അപ്പം ഞാനെടുത്താലും കണക്കന്നെ, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവനോട് പച്ചക്കറി മുറിക്കുന്നത് ഇന്നലെ ഫോക്കസ് ചെയ്തെടുക്കാനൊക്കെ പറഞ്ഞിന്. ആ പറച്ചിൽ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു. ഒന്നും കാണുന്നില്ല. ഫോട്ടോ മാത്രം നല്ല അടിപൊളിയായിട്ട് എടുത്താൽ മതിയാ. ഇതെല്ലാം എടുക്കണ്ടേ? എന്നാലേ നമുക്കൊരു എടുപ്പുണ്ടാവും അല്ലേ. പിന്നെ ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കൂ ഇതെന്തെന്ന് വെറും വെജിറ്റബിൾ കട്ട് ചെയ്യലാ. ഇതാണോ അവിയൽ കറി? ആളെ ബോറടിപ്പിക്കേ. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടാ. ഇതൊക്കെ അറിയാത്ത ആൾക്കാരും ഉണ്ട് കേട്ടാ. കാരണം ഒന്നുമല്ല. പിന്നെ അതായത് ചിലവർ എന്നെ വിളിച്ച് ചോദിച്ച്, അതായത് സ്കൂളിൽ പിന്നെ വെജിറ്റബിൾസ് ഓണസദ്യ ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് വീട്ടിൽ നിന്ന് ഒരു തവണ എല്ലാം വെച്ച് നോക്കല്ല. ഓരോ കറികൾ ഓരോ പേരൻസ് കൊണ്ട് പോകണം. അപ്പം ആ വ്യക്തിക്ക് പിന്നെ ഇതറിയുന്നുണ്ടായിരുന്നില്ല. അതായത് അവർക്ക് എന്തൊക്കെ വെജിറ്റബിൾസാണ് ഇടുക അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. അപ്പോൾ എനക്കും ഇപ്പം എല്ലാം അറിയുന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവർക്കറിയാതെ എനിക്കറിയില്ല, എനിക്കറിയാതെ അവരറിയില്ല. പക്ഷെ അറിയാത്ത കാര്യം അറിയില്ല എന്നും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്നെക്കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടാ. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഒരു വിരലിൻ്റെ വണ്ണത്തിലാണ് വെജിറ്റബിൾസ് അരിയുക. അപ്പം അവർ ചോറ് ഒക്കെ അതായത് തലേ ദിവസം അവർ അവിയൽ കറി വെച്ച് അവർ കഴിക്കുന്ന ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചതിന് കേട്ടാ. അപ്പം എനിക്ക് എന്തോ ഒരു സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അറിയാതെ എത്രയോ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആയാലോ. കുറേ യൂട്യൂബ് വീഡിയോ ഉണ്ട്, എന്നാലും ഇരിക്കട്ടെന്നേ. അപ്പോൾ ഇതാ കുമ്പളങ്ങ, അതായത് നരയൻ കുമ്പളങ്ങ എന്നാണ് ഇതിനെ പറയുക. ഇത് ഇച്ചിരി വണ്ണം കൂടുതലല്ലേ. അപ്പം പിന്നെ എന്നാന്ന് ചെറുതാക്കുക. അപ്പം ഞാൻ പിന്നെ എല്ലാം എളുപ്പപ്പണീൻ്റെ ആളാണ്. ഡബിൾ പണി എടുക്കണ്ടല്ലോ. ഇങ്ങനെ ഒരു മുറി വിട്ട് കൊടുത്താൽ പൊളന്നാല് എന്നാ ഞാൻ പറയാട്ടാ. ഞാൻ പിന്നെ അങ്ങനെ മുറിച്ച് കൊടുത്ത് കഷ്ണാക്കി ഇട്ടാൽ നമ്മളെ കുമ്പളങ്ങി ഇട്ട്. ചിലവർ വെള്ളരിക്കിടും. ഞാൻ ഈ നരയും കുമ്പളങ്ങി ഉണ്ടെങ്കിൽ പിന്നെ വെള്ളരിക്ക എടുക്കാറില്ല. വെള്ളരിക്ക ഉണ്ടെങ്കിൽ നരയും കുമ്പളങ്ങി എടുക്കാറില്ല. അങ്ങനെയാണ് അവിയലിൻ്റെ കാര്യത്തിലുള്ള കണക്ക്. പിന്നെ കായ് ഇങ്ങനെ 3 കഷ്ണങ്ങളാക്കുക. എന്നിട്ടിതാ ഇതുപോലെ മുറിക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒപ്പരം പിടിച്ചിതാ എന്താ പറയുക, പെട്ടെന്ന് പണി തീർക്കലാണ് മെയിൻ ലക്ഷ്യം. അതാ കണ്ടാ എത്രപ്പാട് ഒരു ചെറിയ പീസിൽ നിന്ന് എത്രപ്പാട് കഷ്ണങ്ങൾ കിട്ടിയല്ലേ. ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കൽ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറി തന്നെയായിരുന്നു കേട്ടോ. ഇതുപോലെ എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് പിന്നെ അതിലിതാ മുറിയാണ്ട് ഒപ്പരം പിടിച്ച് വെക്കുന്നു. അതിനെല്ലാം നമുക്ക് ഇളക്കി അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ചട്ടി ചൂടാകാൻ വെച്ചു. അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച്
ഇതാ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കേട്ടാ. ഞാൻ പറഞ്ഞ പോലെ കൈപ്പക്കിയില്ല, മുരിങ്ങക്കായും ഇല്ല. മുരിങ്ങക്കായൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ഞാനൊരു 3/4 ഭാഗം ഈ വെജിറ്റബിൾസ് വെന്ത് കഴിഞ്ഞാലേ ഞാൻ മുരിങ്ങക്കായ ഇടുള്ളൂ. അല്ലെങ്കിലോ ആദ്യമേ ഇട്ടാൽ അവിയൽ കഴിക്കാൻ കഴിയൂല, ഫുൾ കൊട്ടും. എന്നാ കുറേ കഷ്ണങ്ങളും അങ്ങനെയല്ലായിരിക്കും, കഴിക്കാൻ കിട്ടൂല. അപ്പം ഇച്ചിരി ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണമല്ല, ഞാനെന്നപ്പോൾ ഇടാതെ ഇങ്ങനെ വരട്ടെ. അതാ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് ഇളക്കി പൊത്തി വെക്കുക കേട്ടോ. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് അതിൽ നിന്ന് ആവിയിൽ നിന്ന് കുറച്ച് വെള്ളം വന്ന് അതിൽ എന്തായാലും വെജിറ്റബിൾസ് വേഗില്ല. ഇതണ്ട ആമിയാണ് വെളുത്തുള്ളി ആക്കുന്ന മെഷീൻ. അപ്പോൾ ഇവളറിയാം ആർക്കും കാക്കണ എങ്കിൽ വീട്ടിൽ വന്നോ കൊണ്ടുത്തന്നോ ആക്കിത്തരാന്നൊക്കെയാണ് കേട്ടാ. അതവിടെ വേഗം വെച്ചതിന് ശേഷം ഞാൻ എന്ത് പണിയെടുത്തു, തേങ്ങയൊന്നും ഒതുക്കിയിടണല്ലോ. അപ്പം ചിലവർ ഇതിൽ കൊച്ചുള്ളി ഇടും, അതായത് കുഞ്ഞുള്ളി. പക്ഷെ ഞാൻ അതൊന്നും ഇടയില്ല കേട്ടാ. തേങ്ങയും ജീരകവും ഇട്ട് അതിൽ അയിത്താടൻ വന്നിട്ട് ആമി എന്തോ പറഞ്ഞിട്ട് അയിത്താടൻ എന്തോ ആമീനെ തിരിച്ചെന്തോ പറഞ്ഞ് രണ്ടും കൂടി അവിടുന്ന് അടിയായി. അത് അവിടുന്ന് നടക്കട്ടെ, സ്പീഡ് പരിപാടിയാണ് കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിള്ളേരെയും കൊണ്ട് മ്യൂസിക് ക്ലാസ്സിന് പോവാൻ വേണ്ടിയിട്ട്. ആകെ ലേറ്റായി, അങ്ങനെയുള്ളത് കേട്ടാ. ഇനി ആ തേങ്ങ ഒന്ന് ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട കേട്ടാ, നമ്മൾ ചമ്മന്തി അരക്കുമ്പം വെള്ളം ആക്കൂലല്ല, അതുപോലെ അരച്ച് കൊടുത്തിട്ട് വെക്കുക. അപ്പോഴേക്കും ഇത് വേകും. അപ്പുറത്ത് കാണുന്ന തുണി കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും ചിന്തിക്കല്ല കേട്ടാ. അനക്കാണെങ്കിൽ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറം ഇപ്പുറം തുടക്കുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടാ. ഇത് ആ വെജിറ്റബിൾസിൽ നിന്ന് വെള്ളം വന്നതാണ്, പക്ഷെ അതിൽ വേഗൂല. അപ്പം ഞാനെന്താ വേണ്ടത്, ഇതിൻ്റെ ഒരു 1/2 ഗ്ലാസ് കപ്പിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കേട്ടാ. അപ്പോഴെന്താന്ന് വെച്ചാൽ പിന്നെ ഒരു പകുതിയോളം വെള്ളം വറ്റും, അരപ്പും കൂടി ചേർക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് ഓക്കെ. പിന്നെ ഇതാ അത് എന്നിട്ട് എന്തുകൊണ്ടെടുത്തു അരവെല്ലം ചേർത്തതിന് ശേഷം ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും അത് അവിടെ അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റുക. അത് ആയതിന് ശേഷമാണ് നമ്മൾ എന്ത് വേണ്ടത്, ഉപ്പുണ്ടോ നോക്കണം കേട്ടാ. അതാണ് ഞാൻ തൊട്ട് നോക്കിയത്. ഇനിയിപ്പോൾ എല്ലാവരും പറയും അങ്ങനെ തൊട്ട് നോക്കാൻ പാടില്ല, ഞാൻ ഇങ്ങനെയാ ചെയ്യല്, എന്നാ ചെയ്യുക. പഠിച്ചതല്ലേ പാടൂലൂ, എന്നാണ് അത്ര ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും നമ്മളെ ഉള്ളിലുള്ള എല്ലാ കുരുത്തക്കേടും മുന്നിൽ കാണിക്കും. അപ്പോൾ ഇതാ തൈര് ഒഴിച്ചു കേട്ടാ. പിന്നെ വീട്ടിൽ നിന്നാക്കുന്ന മോരിന് ഒടുക്കാത്ത പുളി. അപ്പം ഞാൻ എന്ത് പണിയെടുക്കും, പുറത്തുനിന്ന് വാങ്ങും. ആ തൈര് കൊണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ. ഏകദേശം പറഞ്ഞ് നമ്മൾ അവിയൽ കറി ആയി. പക്ഷേ അതാ കറിവേപ്പിലയും വെളിച്ചെണ്ണയെല്ലാം ആക്കി ഇനി കുറച്ച് നമുക്ക് മാറ്റി വെക്കണം. എന്തിനാന്നോളി മാറ്റി വെക്കുന്നതെന്നല്ലേ, അത് അച്ഛന്. അതെന്നാപ്പാ ഒരു സ്പെഷ്യൽ എന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ ഈ സൈഡിലൊക്കെ വെളുത്തുള്ളി ചതച്ചിട്ട് പിന്നെ അവിയൽ കറിയിൽ ഇടും. അതിന് വേണ്ടിയിട്ടാട്ടാ. ചില സ്ഥലങ്ങളിൽ ഇതിടൂല, പക്ഷെങ്കിൽ നമ്മൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളി ഇട്ടാലേ അവിയൽ കറി ആവും, അതാണ് അതിൻ്റെ ഒരു ഇത് ഓക്കെ. അങ്ങനെ ഇതാ നമ്മളെ അവിയൽ കറി റെഡി. അടിപൊളിയും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനാക്കുമ്പോൾ ഞാൻ തന്നെ പൊക്കി പറയും.